ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഐബുവിന് ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് ഗൈസ്. അങ്ങനെ ഐബുവിന് എത്ര മാസമായി? 6 മാസമായി? 7 മാസം? 6 മാസം കഴിഞ്ഞു. ഇത് 7ാമത്തെ മാസത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ സാധാരണ 6 മാസത്തിലാണ് ഫുഡ് കൊടുക്കുക എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഓന് ഫുഡ് കൊടുക്കാൻ ആയി എന്ന് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? 5-ാം തീയതിക്ക് 6 മാസം ആവുകയ്യ, പൂർത്തിയായി 7ാം മാസത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ്. എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യൊക്കെ ഓന് തന്നെ കൊണ്ടുപോയിട്ട് ഓൻ തൊള്ളയിലോട്ട് വെക്കല. അതേമാതിരി എന്ത് കണ്ടാലും നിലത്ത് നക്കലോട്ട് അപ്പോൾ തോന്നി കുട്ടിക്ക് തിന്നാനായിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇനി ഓനെ അത്രയ്ക്ക് നമ്മൾ എന്താക്കരുത്, ഇടങ്ങേറാക്കരുത്, ഓന് തിന്നാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി മോന് ഭക്ഷണം കൊടുക്കലാണ്. ഓരോ നാട്ടിലും ഓരോ ചടങ്ങുകളുണ്ട്. നമുക്ക് ചടങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഹിന്ദുസിൻ്റെ ഇതിൽ ചോറൂണെന്ന് പറഞ്ഞിട്ട് വമ്പ ചടങ്ങുണ്ടാവുക. പക്ഷെ നമുക്ക് അങ്ങനെ ചടങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഉള്ളവരൊക്കെ പാടെ എന്താണ് ഓന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓനക്ക് ഫുഡ് കൊടുക്കുന്നത് കുന്നങ്കായ പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാറുണ്ട്. കാരണം അല്ലേ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സീനോൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എന്ത് ഫുഡാണ് കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. ഉമ്മ മടിയിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ സീനു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഫുഡ് എന്നുള്ളതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇന്നത്തെ കുബൂസാണ് അത്. ഇങ്ങോട്ട് പാ, അണക്ക് ഫുഡ് ഇത് ഫുഡ് കൊടുക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞിക്കണ്. അതാ കണ്ടോ, എന്താ തൂക്കി മക്കളെ. ഇവിടുന്ന് ഇവിടെ ഈ കസാലമ്മ കയറുക, എന്നിട്ട് ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് എടുത്തിട്ട് മണ്ടുക. നമുക്കൊന്നും പിടിച്ചാൽ കിട്ടണില്ല. ശരിക്കും ഇപ്പൊ എന്റെ ഭക്ഷണം കൊടുക്കൽ ഇന്നലെ കഴിഞ്ഞിക്കണേ. ആണോ? പിന്നെ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇത് കൊടുക്കണേ? അതായത് ഭക്ഷണം അപ്പൊ ഒരിറങ്ങാറാവൂലേ? ഞാൻ നോക്കുമ്പോ ഇന്നലെ ഇവിടെ ഈ ഷീറ്റ് ഇട്ടിട്ട് ഞാൻ ഇവിടെ കടത്തിരിക്ക കേട്ടോ. ഇവിടെ ഉണ്ട് ഇഞ്ഞാന്ന് പറഞ്ഞിട്ട് ഈ കുബൂസൊക്കെ പാടെ തൊള്ളയിലിട്ട് കൊടുത്തിക്കണേ. അമൃതപ്പൊടി തിന്ന് ഇത് ഒന്ന് പുഷ്ടിപ്പിക്കാൻ നോക്കട്ടെ. ഞാൻ നോക്കാം. അതിന്റെ താഴെയുള്ള കുട്ടികളാണ് ഇവിടെ 9 കിലോ ഉള്ളത്. ഇപ്പോഴും 9. എപ്പോ തൂക്കിയാലും 9. ഞാനേല് ഞാനൊരു കിലോ ഇതിന് കട്ടി ആയിട്ടിട്ട് ഞാൻ വെയിറ്റ് മീശയിൽ കയറ്റുള്ളൂ കേട്ടോ. കേട്ടോ? അമ്പടി കള്ളത്തി. ആരിത് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് മക്കളെ. ഇന്നാണ് എൻ്റെ ഭക്ഷണം. ഇന്ന് എനിക്ക് പാല് മാത്രമല്ല, ഇന്ന് മുതൽ എനിക്ക് ഭക്ഷണം. ഒരു പണിയും കൂടി ഇങ്ങക്ക് കൂടി. ഇനി 2 കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം. ആ വാപ്പുക്കാരനൊന്ന് വിളിച്ചാൽ ഞാൻ ഡ്രിം ചെയ്യാച്ചിട്ടാ. മുട്ട അടിച്ചു കഴിഞ്ഞാലേ ഈ ചൂടത്ത് പടി പാടും. അല്ല, സീറോയിലിട്ടിട്ട് മുട്ട അങ്ങോട്ട് കളയാ. സീറോയിലിട്ടിട്ട് മുടി അങ്ങോട്ട് കളയാൻ്റെ കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താ പച്ചവെള്ളോ? അപ്പോൾ കൊടുക്കുന്ന സാധനം മമ്മാസ് ലവ് ബനാന പൗഡർ. ഇത് കുന്നങ്കായാണ്. പണ്ടേ ഇവിടുത്തെ ഉമ്മാരൊക്കെ എന്താ ചെയ്യാന്നറിയോ? കുന്നങ്കായ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു പേപ്പറിൽ വിരിച്ചിട്ട് അത് ഉണക്കിയിട്ട് അത് പൊടിച്ചുണ്ടാക്കിയായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ ബിസിനസ്സായിട്ട് ഇതിപ്പോൾ ആൾക്കാർ ബിസിനസ്സായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊക്കെ എളുപ്പമായി പൊടിക്കേണ്ടതാക്കേണ്ടെന്ന് ആവശ്യമില്ല. പഴമക്കാർ ഇതൊക്കെ ചെയ്തിരുന്നു അല്ലേ? എൻ്റെ കുട്ടിക്ക് എന്താ കൊടുത്ത്? കുന്നങ്കായ. അപ്പൊ ഈ കോറ വരയ്ക്കിയത് എപ്പോഴാ കൊടുക്കുക? കുന്നങ്കായ കഴിഞ്ഞിട്ട് കോറ വരയ്ക്കിയത് കൊടുക്കൂ. നമുക്ക് കോറ തരലുണ്ടോ? മറ്റേ കായ? ഏത് കായ? നേന്ത്രക്കായ കൊടുക്കണ്ടോ? അതെന്തേ? മധുരം കണ്ടിട്ടോ അതിന്? ഓക്കെ. അണക്ക് എന്താ തരുന്നതെന്ന് അറിയോ? കുന്നങ്കായ. അപ്പൊ കുന്നങ്കായ ഇത്രയൊക്കെ വേണോ? അയ്യോ, നിങ്ങളുടെ നാട്ടിൽ ഇത് ചടങ്ങുണ്ട്, ഭക്ഷണം കൊടുക്കല് ചടങ്ങുണ്ട്. അതായിരുന്നു അന്നത്തെ ചടങ്ങ്. അണക്ക് ഈ ഷർട്ട് പാകാലേ? ഏത് അതില് ഓരോ നാട്ടിലും ഓരോ. നമ്മളെ നാട്ടിൽ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഓരോ നാട്ടിലും ഓരോ പാതിരാണ്. ഞാനിപ്പോ ഇത് വീഡിയോ എടുക്കുന്ന കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിന്റെ വീഡിയോ എടുക്കാൻ കേട്ടോ ഗൈസ്, മാമാസ്. അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും ഭക്ഷണം കൊടുക്കല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം നമുക്ക് ഭക്ഷണം കൊടുക്കണതാക്കാം. കാരണം ഈ മക്കളൊക്കെ വെച്ചിട്ട് കേൾക്കാൻ പറ്റ എനിക്ക് അല്ലേ? അത് വീഴ തന്നെ വീഴ. ഇതാണെങ്കിൽ പിന്നാക്ക പോണ റിവേഴ്സാ.
കട്ടുമ്മ കളിത്തിയ എല്ലാ കുട്ടികളും മുന്നിക്കാ പോവും, അത് പിന്നിക്കാ. അടുത്ത ആദ്യം പിന്നാക്കാ പോവാ. മുട്ടുകുത്ത ആൺകുട്ടികള് പിന്നിക്കാ മുട്ടുകുത്ത. ആൺകുട്ടികള് പിന്നിക്കാ മുട്ടുകുത്തുക. മുട്ടുകുത്തുമ്പോ പിന്നെ അപ്പൊ റിവേഴ്സ് ആണ്, ഗിയർ റിവേഴ്സ് ഇട്ടിട്ടാണ് പോകുന്നത് അല്ലേ? അത് പഞ്ചസാര ഇടണ്ട, പഞ്ചസാര ഇടണ്ട, മധുരം വേണ്ട കുട്ടിക്ക്. പനം കൽക്കണ്ടോ? ഇത് കായ തന്നെയാണേ. അതാ ഇതിന് ബനാന പൗഡറാണേ, അതിലിരുത്തിക്കോ. അബുന്റെ അതാണ്ടോ ആണ്ടോ നക്കണ്ടില്ലേ? തെര തെര ഒന്നും നക്കണ്ട. അലേഹന്റെ കസാലം മേടിക്കണം. അലേഹ നോക്കണോക്കാം. അലേഹ അങ്ങനെ പറഞ്ഞ അതിന് ഈറ പിടിപ്പിച്ചോ, അല്ലെങ്കിൽ അതിനെ കിട്ടിയ തക്കത്തിന് പൂസുണ്ടോള്. എന്നിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ കയറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഈ തള്ളാർക്കുള്ള സ്വഭാവം അതാണ്. ഒരു കുട്ടീൻ്റെ വന്ന് കഴിഞ്ഞാൽ പറയാം അന്ന ഇങ്ങോട്ട് വേണ്ടാന്നിട്ട് പറയാം, അതിന്റെ മുഖത്ത് പോക്കിട്ട്. അപ്പൊ പിന്നെ നിങ്ങള് ചെയ്യാൻ നിക്കണോ? ബുദ്ധിയില്ലാത്തരം ചെയ്യണേ. നിങ്ങള് കുനിറ്റ് വിഷം കുത്തിയേക്കാണ് മക്കളെ മനസ്സില് അല്ലേ? എന്നാ കൊടുത്തോ ചൂടാ. ചൂടാ. അങ്ങനെ എന്ത് അങ്ങനെ കുട്ടിക്ക് ആദ്യ ഭക്ഷണം കൊടുക്കണത് കുട്ടിന്റെ സ്വന്തം കുഞ്ഞിത്താത്ത അല്ലേ? ശരിക്ക് ഭക്ഷണം അലേഹ എങ്ങനെയാണ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്? അത് കൊടുക്കും. എങ്ങനെ ചൂടറിയണോ? അത് കൊടുത്തു കഴിഞ്ഞാലും ആദ്യം ഓള് തിന്നു. ശരിക്കും ഓള് തിന്നണ വേണ്ടേ? ഇത് വേണോ ഇത് വേണോ? ഇതൊന്ന് കഴുകിക്കാളാ. ആദ്യത്തെ കഴുകി വെച്ചാ ആദ്യത്തെ കൊടുക്കല്ലേ? നമുക്ക് തൊള്ള വിളിക്കണ്ടോ നോക്കട്ടെ. ഇതൊന്നും ഇല്ലല്ലോ അതില്. പിന്നെ പൊളിക്കല്ലേ? ഇവിടുന്ന് എടുക്കാം. അടുക്കളയാണ് ഐശ്വര്യം. ഇങ്ങോട്ടൊന്നോളി, ഇങ്ങോട്ടൊന്നോളി, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എന്നാ ഒക്കെ 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 ഇങ്ങോട്ട് തിരിഞ്ഞോളി. ബാ എന്നാ ജനലൊക്കെ തുറക്കട്ടെ, കുറച്ച് വെളിച്ചം ഉണ്ടായിക്കോട്ടെ. വരും 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 മക്കളെ, വരും വരും മക്കളെ, ഇന്ന് ഭക്ഷണം കൊടുക്കടേ കുട്ടിക്ക്. എന്നാ വരി. ആദ്യത്തെ കുഞ്ഞിത്താത്ത എവിടെ? അതിനാ കസാലമ്മ കയറ്റിയിരുത്തിക്ക, അല്ലെങ്കിൽ എത്തണ്ടേ. എന്നാ ഈ ചക്കര എന്നാ കുട്ടീനെ പിടിച്ച, ചക്കര കുട്ടീനെ പിടിക്ക്. നിജാസ ഫോണിലൊന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് എടുക്ക്. അതിന് ശേഷം എല്ലാവരും കൊടുക്കണ ഷോർട്ടാട്ടോ ആദ്യം എടുക്കണ്ടേ. അത് ഇവിടുന്ന് കുറച്ച് വൃത്തിക്ക് എടുക്കുക. എന്നാൽ ഒരു അടുക്കള നാച്ചുറാലിറ്റി കിട്ടിക്കോട്ടെ. അലേഹ കേറ്. ഐബൂര് ഭക്ഷണം കൊടുക്കട്ടോ. അലേഹ ഐബൂര് ഭക്ഷണം കൊടുക്കേ. അമ്മേ എന്ത് കുറച്ച തമ്പുരാന് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ പറഞ്ഞേക്കണേ. കെട്ടിമാണം കെട്ടിമാണം കെട്ടിമാണം. അലേഹ ഐബുന് കൊടുത്ത എന്താ ഇജാണ് ഇവിടുത്തെ ഇന്നത്തെ മെയിൻ. ഇജാണ് കാരണവന്മാർക്ക് വരെ തിന്നാൻ കൊടുക്കാൻ പറ്റാതെ അണക്ക് തരുന്ന അണക്ക് ഒരു റെസ്പെക്ട് തന്നിരിക്കണേ നമ്മളെ. ഐബുന് കൊടുത്ത അങ്ങനെ നിന്ന എങ്ങനെ കിട്ടുക? നിക്കി 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 നിക്കി. റെഡി. ഐബു 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പെട്ടിട്ടില്ലേ? അടുത്ത ആൾ അടുത്ത ആൾ അടുത്ത ആൾ അടുത്ത. നിങ്ങൾ അങ്ങോട്ട് നിക്കി, അങ്ങോട്ട് നിക്കി. റെഡി 1 2 അല്ലാ.
അതൊക്കെ ട്രെൻഡ് സ്പൂണാണ്. ഇപ്പത്തെ കുട്ടികളൊക്കെ അയില തിന്നണ്ട്. ആർക്ക്? ആ കൊച്ചിന്ന് പോരിന് കൊടുക്ക. അതാ കുട്ടിനെ ഉന്തിന്. എന്നാ അലയെ കൊടുത്താ, ബേബിക്ക് കൊടുത്താ. കൊടുക്ക് കൊടുക്ക്. ഒന്നുകൂടി കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. അമ്മ കൊടുക്ക്, അമ്മ കൊടുക്ക്. ഈ തിന്നോ, ഈ തിന്നോ, ഈ തിന്നോ. എന്താ നോക്കണേ? ഇതാണ് അന്റെ ഫുഡ് തരല് കേട്ടോ. അടക്ക് അനക്ക് ആദ്യത്തെ ഫുഡ്. ചക്കര കൊടുക്ക്. അല്ല അല്ല നിങ്ങളൊക്കെ കൊടുത്തോളൂ, ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കാം. അല്ല എങ്ങനെ കൊടുക്കണ്ടെന്ന് അറിയണ്ടേ ഇപ്പൊ ഇത്? അല്ല എങ്ങനെ കൊടുക്കണ്ടെന്ന് അറിയണ്ടേ? ഇത് പഠിക്കണ് ഞങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഞാൻ ഇന്നേ വരെ ഒരു കുട്ടിക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല. ഞാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ ചോറുള്ള ചിരിച്ച ഇതൊരു ശീലാക്കട്ടെ കേട്ടോ. കൊടുക്കുമ്പോ കൊറേ കൊടുക്കണം. കൊറച്ച് കൊടുത്തോളി. ഞാളെ അലേയാണെങ്കി ആ കൊടുക്ക് കൊടുക്ക്. അത് മൊത്തം കൊടുത്ത ആളാ. അങ്ങനെ ഗായ്സ് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരു ചടങ്ങൊന്നല്ല കേട്ടോ. ഇനി ഇതിൽ ബാക്കിയുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ വന്നിട്ട് മൂത്ത പെങ്ങളെയും അളിയനും നിങ്ങൾ ഇതിൽ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ഇത് ഞാനേ സത്യം പറഞ്ഞാൽ ഇതൊരു ചടങ്ങുമല്ല. ഇതിവിടെ എന്താണ്, എനിക്കിത് ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ആ വീഡിയോക്ക് ഒരു കണ്ടന്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ഒന്ന് ഭക്ഷണം കൊടുക്കണമൊക്കെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടന്റ് ആക്കി എടുത്തതാണ്. ഞാനും വായിൽ കുതിത്തിരിപ്പ് ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കൊടുക്കാം. അലയൊക്കെ കൊടുത്തത് സിനുവിന്റെ പേരേന്നായിരുന്നു. ഇവിടെ കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ ദിവസമായി. ഇന്ന് 1-ാം തീയതി ഏപ്രിൽ ഫൂൾ. ഇന്ന് ഏപ്രിൽ ഫൂളാണ്. ഭക്ഷണമല്ല ഇത്, എന്നെ പറ്റിച്ചാണ്. ഇത് ഭക്ഷണമല്ല കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മളുടെ ഫുഡ് കൊടുക്കൽ ഇങ്ങനെ പുരോഗമിച്ച് നിൽക്കുകയാണ്. മൊത്തം തിന്നു കേട്ടോ. ഇനി നാളെ മുതൽ തന്നെ ഇനിയിപ്പോ ഈ ടേസ്റ്റ് പറ്റൂലേ? ഇബിൾക്ക് തിന്നാൻ കൊടുക്കണ്ടല്ലോ ഈ. അതെന്താ കോറേ? ഇനിയാണ് പിറ്റുള്ള തടി നന്നാവുക അല്ലേ? പക്ഷെ ഇജിന്റെ അലേന്റെ അത്ര നന്നായ മതി കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാരും ഈ കുട്ടിനെ ഒന്നും ഇല്ലാണ്ടാക്കും നിങ്ങള്. നിങ്ങളുടെയൊക്കെ നാട്ടില് ഇത് ചടങ്ങല്ല. നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ കൊല്ലത്തൊക്കെ ഇതിങ്ങനെ ഭക്ഷണം കൊടുക്കണത് ചടങ്ങുണ്ട്. അത്ര ഭക്ഷണം പള്ളിക്കല് കൊടുക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ അലേന്റെ ഭക്ഷണം കൊടുത്തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവള് പറഞ്ഞു അന്ന് ഭക്ഷണം കൊടുത്തു കേട്ടോ. ഇവള് പറഞ്ഞു അന്ന് അലയക്ക് ചോറ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞിരിക്കണത്. അതായത് ഈ അലയ ഉണ്ടായപ്പോ അവിടുന്ന് ഭക്ഷണം കൊടുത്തിരുന്നത്. 60 കഴിഞ്ഞാലോ? ഇപ്പൊ എത്ര ചെയ്യണം? ഇപ്പഴേ 6 മാസം കഴിച്ചാണ് കൊടുക്കാൻ പാടില്ല നിയമം വന്നിരിക്കണം. മാർക്സിസ്റ്റിന്റെ നിയമമൊന്നും അല്ലട്ടത്. വെറുതെ ഓരോന്ന് പറയല്ലേ. ദിവസം കുറച്ച് കൊടുത്താൽ മതി. അമിതമായാൽ അമൃതവും വിശാന്ന് പറഞ്ഞത് കേട്ടോ. മതി പള്ള കല്ല. ഇതൊക്കെ മെല്ലെ 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 ഇതാക്കിയത്. അതിന് അലാന ഫുഡ് കഴിച്ചടി. അത് മൊത്തോ ഇത്രയും ഫുഡോ? ഞാൻ വരെ എത്ര തിന്നണില്ല ഇവിടെ ജിമ്മിന് പോയിട്ട്. ഒരുപാടുണ്ട്. ഇതാ ഇത് ഇങ്ങനത്തെ ഒരു പാത്രം ഇപ്പൊ കഴിഞ്ഞേ.
ഏത് അത് മതി അത്ര കൊടുത്തോ കേട്ടോ. അതാ കൊടുത്തലാ നിങ്ങൾ തിന്നാൻ തലയാന്ന് അതൊന്നും ആ ജലേഹന്റെ ജലേഹന്റെ കാൽമ കടത്തി കൊടുത്തോക്കാം. പാവരിക്കണോക്കേക്കാം ഭക്ഷണമൊന്നും ഇല്ലാതെ ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കണോക്കേക്കാം അല്ലേ. ഭക്ഷണം അല്ല ഒരു ഒലക്കി ഇല്ലാതിരിക്കണോക്കെ എന്റെ കുട്ടി. എന്താ ഗൈസ് നോക്ക കുബൂസാണ് ഈ പൊട്ടിച്ചിടുന്നത്. പാവ എന്റെ കുട്ടി. ബാ അബ്ബ എനിക്ക് തിന്നാൻ തരവാ. ഗൈസ് ഫൈനലി അങ്ങനെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് കൊടുക്കുന്ന പരിപാടി. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.